ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോൺ അപ്പറ്റൈറ്റ് യുവർ മെജസ്റ്റി എന്ന കൊറിയൻ ഡ്രാമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ജോസിയോ എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിന്റെ അഭിമാനം ഇപ്പൊ ഇരിക്കുന്നത് നമ്മുടെ റോയൽ കുക്കായിട്ടുള്ള യോൻജിയുടെ കൈകളിലാണെന്നും ഇവർക്കെതിരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മിങ് കുക്കുകളുമായിട്ട് നടക്കുന്ന ഒരു കോമ്പറ്റീഷനിൽ യോൻജി ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ പറ്റുള്ളൂ എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കൂടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ യോൻജിയും ബാക്കിയുള്ള കുക്കുമാരെല്ലാരും കൂടിയിട്ട് ആ ഒരു കോമ്പറ്റീഷന് വേണ്ടി അവർ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല 3 റൗണ്ടുകളായിട്ട് നടക്കുന്ന ഈ ഒരു മത്സരത്തിലെ 3ാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ടാണ് അവളിപ്പോ പ്രിപ്പയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 3ാമത്തെ റൗണ്ടിൽ അവരുണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പ് ആയതുകൊണ്ടും അത് മിങ്ങുകാരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയതുകൊണ്ടും അതിനെ വേണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നും അവരെക്കാളും നന്നായിട്ട് നമുക്ക് അങ്ങനെ ഒരു സൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ ഒരു അപ്പാരറ്റസ് തന്നെ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവള് നമ്മുടെ മോഡേൺ കാലഘട്ടത്തിലെ പ്രഷർ കുക്കറിനെ പറ്റിയിട്ട് ബാക്കിയുള്ള കുക്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രഷർ കുക്കറിലെ പ്രഷറിനെ യൂസ് ചെയ്തിട്ട് ഫുഡിനെ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നും സാധാരണ വിട്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് അങ്ങനെ ഇതിന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ ആ ഒരു പ്രഷർ കുക്കർ എങ്ങനെ ആരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അന്നത്തെ കാലത്തൊന്നും ഈ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞൊരു സാധനം എക്സിസ്റ്റ് ചെയ്യാത്തോണ്ടും ആരും ഇതിനെപ്പറ്റി കേൾക്കാത്തോണ്ടൊക്കെ പുതിയ ഒരു രീതിയിലുള്ള ഒരു പ്രഷർ കുക്കർ ഉണ്ടാക്കാനായിട്ട് അവൾ കിങ്ങിന്റെ ഹെൽപ്പ് നേടാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് അവിടുന്ന് സീൻ കട്ട് ചെയ്ത് മിങ്ങുകാരും നമ്മുടെ യോൻജിയുടെ കുക്കുകളും ഒക്കെ ഒരു കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അതിൽ യോൻജി തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ അവള് അരക്കാനായിട്ട് കൊടുത്ത ചില്ലിയൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അത് അവരുടെ ഫസ്റ്റ് റൗണ്ടിലത്തെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുന്നതും അതിനെപ്പറ്റി ബാക്കിയുള്ള കുക്കുമാരോടൊക്കെ പറയുന്നതൊക്കെ പ്രിൻസ് ആയിട്ടുള്ള ജെസൻ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ ജെസൻ ആകട്ടെ എങ്ങനെയെങ്കിലും ഈ ഒരു കോമ്പറ്റീഷനിൽ റോയൽ കുക്കിനെ തോൽപ്പിക്കാനും അങ്ങനെ ഈ ഒരു രാജ്യത്തിനെ പേരിലാക്കി ഇത്രയും വലിയ ഒരു ഇൻസൾട്ട് അവരുടെ രാജ്യത്തിന് നേടിക്കൊടുത്ത കിങ്ങിനെ പുറത്താക്കാനും അങ്ങനെ അതുകൊണ്ട് തന്നെ സ്വയം ഒരു കിങ് ആയിട്ടും വരണമെന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു ജെസൻ. അങ്ങനെ അന്ന് രാത്രി യോൻജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന കുക്കുമാരൊക്കെ ഈ പ്രഷർ കുക്കറൊക്കെ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുമെന്നും ഇനി എങ്ങാനും അത് ഫെയിലായി പോയാലോ അല്ലെങ്കിൽ മീറ്റിനെ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാലോ അതിന്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ പോകുന്നുള്ള ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രഷർ കുക്കർ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ് എന്നൊക്കെ പറഞ്ഞ് അവള് അവർക്ക് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് പുറത്തു നിന്ന് നമ്മുടെ കിങ് ആയിട്ടുള്ള ഈഹൻ നോക്കി കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൂടെ തന്നെ ഈഹണിപ്പോ നമ്മുടെ യോൻജിയുടെ അടുത്ത് ചെറിയ രീതിയിൽ ഒരു അട്രാക്ഷൻ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ യോൻജി ഇപ്പോൾ കിങ്ങിനെ വന്ന് കണ്ടിട്ട് അവൾക്ക് കോമ്പറ്റീഷന്റെ 3ാമത്തെ റൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതിനുവേണ്ട പ്രഷർ കുക്കർ ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ച് തരാമോ എന്ന് കിങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഊനച്ചാകട്ടെ ഇവിടെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ ഇൻവെൻഷൻസ് ഒക്കെ നടത്തുന്ന ഒരേ ഒരാളാണ് ഉള്ളതെന്നും പക്ഷെ അയാൾ നിലവിൽ ഈ ഒരു വില്ലേജിന് പുറത്താണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അവന്റെ അടുത്ത് പോയിട്ട് ഒരു പ്രഷർ കുക്കർ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ കളക്ട് ചെയ്യാനും താൻ ഈ ഒരു വില്ലേജിന്റെ പുറത്തേക്ക് പോകട്ടെ എന്ന് അവളിപ്പോ ഈഹന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കുമ്പോൾ നിന്നെ എങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് വിടുന്നതെന്നും നിന്നൊപ്പം ഞാനും വരാമെന്ന് കിങ് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴാകട്ടെ ഈ മിങ്ങിന്റെ എൻവോയൊക്കെ അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് കിങ്ങിന് അങ്ങനെ എളുപ്പത്തിൽ ഈ ഒരു കൊട്ടാരം വിട്ട് പോകാൻ പറ്റില്ലെന്ന് ഊണിച്ച് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷന്റെ പുറത്ത് നിന്നെ ഞാൻ എന്തായാലും വില്ലേജിന് പുറത്തേക്ക് വിടാമെന്ന് കിങ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഒരു ആണിന്റെ വേഷത്തിൽ സോങ്ഷിയുടെ ഒപ്പം ഡ്രസ് ചെയ്ത് അയച്ചിരിക്കുന്ന നമ്മുടെ യൻജിയെ ആണ്. ശരിക്കും നമ്മുടെ ഈഹണ്ണാകട്ടെ ഇതിരി ജലസിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ യൻജി ആകട്ടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിമൺ ആയതുകൊണ്ട് തന്നെ അവളെ ഇനി പുറത്തേക്ക് അയക്കുകയാണെങ്കിൽ അവളുടെ പുറകെ ഏതെങ്കിലും ചെക്കന്മാര് വരുമെന്നും അങ്ങനെയൊക്കെയുള്ള ചെറിയ പേടിയൊക്കെ ഈഹണ്ണ് ഉണ്ടായിരുന്നു. കാരണം ഈഹണിപ്പോ ചെറുതായിട്ട് അവൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ സോങ്ജയോടൊപ്പം അവള് പറഞ്ഞയച്ചെങ്കിലും ഒട്ടും സമാധാനമില്ലാണ്ട് നിൽക്കുന്ന ഈഹണ്ണെ നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം യോൻജിയും സോങ്ജയും കൂടി നടന്നു പോകുമ്പോൾ എവിടെയാണ് തന്റെ മാംഗോ നോക്കുന്നു ഇനി എങ്ങാനും അവനെങ്ങാനും ഇതിനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ യോൻജി അവന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേ നേരത്ത് താനത് എടുത്തിട്ടില്ലെന്നും എന്തിനാണ് നീ ഇങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി മാംഗ്രോക്കിനെ സെർച്ച് ചെയ്യുന്നതെന്നും ഒക്കെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് പെട്ടെന്ന് ഗൊങ്ങ വന്ന് അവരുടെ മുമ്പിലേക്ക് ചാടുന്നുണ്ട്. നോക്കുമ്പോൾ അവരുടെ പിന്നിലായിട്ട് തന്നെ ഒരു സാധാരണ കോളറിനെ പോലെ വേഷം ധരിച്ചിരിക്കുന്ന ഇങ്ങനെയും അവരെ കാണുന്നുണ്ട്. ഈ എണ്ണാകട്ടെ അവളങ്ങനെ ഒറ്റയ്ക്ക് സോങ്ജയോടൊപ്പം പറഞ്ഞയച്ചത് സഹിക്കാൻ പറ്റാണ്ട് അവരെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോങ്ജയെ കാണുമ്പോൾ അവൻ സോങ്ജയുടെ അടുത്ത് തിരികെ പാലസിലേക്ക് പോവാനും തനിക്ക് പകരം കാര്യങ്ങളൊക്കെ ചെയ്യാനും ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഗൊങ്ങും യോൻജിയും കിങ്ങിന്റെ ഒരു ബോഡി ഗാർഡും കൂടിയിട്ട് നേരെ ജങ് എന്ന് പറഞ്ഞ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇവർക്ക് ആ ഒരു പ്രഷർ കുക്കറൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരാളെ തപ്പി വലിയൊരു മല കയറിക്കൊണ്ടിരിക്കെ തന്നെ കിങ്ങിന് ഇതൊട്ടും പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് നടക്കുമ്പോഴേക്കും അവൻ വളരെ വീക്കായിട്ട് തനിക്ക് പറ്റില്ല തിരികെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതേക്കുന്ന യൻജി ഇതുകൊണ്ടാണ് കിങ്ങിനോട് തന്റെ ഒപ്പം വരേണ്ടാന്ന് താൻ പറഞ്ഞതെന്നും എനിക്ക് എന്തായാലും വേളെ കണ്ട് ഈ ഒരു പ്രഷർ കുക്കറിന്റെ കാര്യം പറഞ്ഞാലേ സമാധാനം ആവുള്ളൂ എന്ന് പറഞ്ഞ് അവള് നടക്കാൻ തുടങ്ങുമ്പോൾ ഈഹണും അവളെ ഫോളോ ചെയ്ത് വീണ്ടും അവളുടെ പുറകെ പോകുന്നുണ്ട്. മാത്രമല്ല ഈ നേരം അവളാകട്ടെ
ഓടിച്ചെന്ന് ജങ്ങിന്റെ അടുത്ത് താനാണ് കിങ് എന്ന് ഒരിക്കലും അയാളടുത്ത് പറയരുതെന്നും സാധാരണ ഒരു സ്കോളറായിട്ട് അയാളുടെ മുമ്പിൽ അഭിനയിച്ച് നിന്നാ മതിയെന്നും അവൾ പ്രത്യേകം ഇപ്പോ കിങ്ങിനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ഇതേ നേരത്ത് കിങ്ങിന് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയിരിക്കുകയാണെന്നുള്ള ഇൻഫർമേഷൻ ജസന് കിട്ടുമ്പോൾ അങ്ങനെ കിങ്ങിനെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അസാസിൻസിനെ അയക്കാനായിട്ട് ജസൻ ഇപ്പോ അവർക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവരിപ്പോ ജങ്ങിന്റെ വീടിന് മുമ്പിൽ എത്തുമ്പോൾ എന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഈ ഒരു ഗേറ്റ് തുറക്കരുതെന്ന് ആ ഒരു ഗേറ്റിന് വെളിയിലായിട്ട് അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും താൻ ഈ രാജ്യത്തിന്റെ കിങ് ആണെന്നും ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം അവനില്ലെന്നും പറഞ്ഞ് അവനിപ്പോ നേരെ ആ ഒരു ഗേറ്റ് അതിൽ എഴുതിയിരിക്കുന്ന വാണിംഗ് ഒക്കെ നോക്കാണ്ട് തുറന്നു നോക്കുന്ന സമയത്ത് ആ ഒരു ഗേറ്റിന് മുമ്പിലായിട്ട് തന്നെ ഒരു ക്യാനനൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അവര് ഞെട്ടി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ എന്തോ ഒരു മെക്കാനിസം ആക്ടിവേറ്റ് ആയിട്ട് പെട്ടെന്ന് ആ ഒരു ക്യാനൻ പൊട്ടിത്തെറിച്ച് അതിന്റെ അകത്തു നിന്ന് ബുള്ളറ്റ് അല്ലെങ്കിലും ഒരുപാട് അരിമണികൾ തെറിച്ച് പോകുന്നൊക്കെ ഉണ്ട്. ഇതേ നേരം അതിഞ്ഞ് ബുള്ളറ്റ് ആവും ഡേഞ്ചറസ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് കിങ് യഞ്ചിയും സേഫ് ആക്കി അവളെ ചേർത്ത് പിടിച്ച് പ്രൊട്ടക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ല ഇതേ നേരം തന്നെ ജങ് എന്ന് പറഞ്ഞ ആ ഒരാള് ഇപ്പൊ അവിടേക്ക് വന്നിട്ട് എന്റെ ഇൻവെൻഷൻ നടപ്പിലായെന്നും ഈ ഒരു അരിമണികള് ഇപ്പൊ പൊരികളായിട്ട് മാറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഹാപ്പി ആകുന്നുണ്ട്. കാരണം അയാൾ ചെയ്തിട്ടുണ്ടായിരുന്ന വെറും ഒരു എക്സ്പെരിമെന്റ് മാത്രമായിരുന്നു ഈ ഒരു ക്യാനന്റെ എക്സ്പ്ലോഷൻ. പക്ഷെ ഇതേ നേരം തന്നെ ദേഷ്യം വന്ന ഈഹണാകട്ടെ അയാളുടെ മുമ്പിലേക്ക് ചാടി കയറിയിട്ട് നിങ്ങൾ ആരാന്നാണ് നിങ്ങളുടെ വിചാരമെന്നും ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഞാൻ ഈ കൊട്ടാരത്തിന്റെ കിങ് ആണെന്ന് പറയും മുമ്പ് തന്നെ അവിടേക്ക് കൃത്യസമയത്ത് യഞ്ചി കയറി വന്നിട്ട് അവൻ റോയൽ ആയിട്ടുള്ള സെക്രട്ടറി ആണെന്നും ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് നിങ്ങളുടെ ചെറിയൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണെന്നും വളരെ സോഫ്റ്റ് ആയിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അയാളാകട്ടെ കാര്യം കേൾക്കും മുമ്പ് തന്നെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ലെന്നും ഈഹണ്ണ നോക്കിയിട്ട് ആ അഹങ്കാരിനെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോവാനും പറയുന്നുണ്ട്. കാരണം അയാൾക്ക് ഈഹന്റെ വളരെ റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ നേരത്ത് ഗൊങ്ങും വളരെ പൊളൈറ്റ്ലി ആയിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഈ നേരം തങ്ങൾ വന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അഫെയറിന് വേണ്ടിയിട്ടാണെന്നും നമ്മുടെ കൊട്ടാരത്തിൽ ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടക്കുന്ന കാരണം കൊണ്ട് ഒരു പ്രഷർ കുക്കർ ഉണ്ടാക്കാനായിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അവർ അയാളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനല്ല പകരം കിങ് ആണ് ചെയ്യേണ്ടതെന്നും എനിക്കതിലൊന്നും യാതൊരു താല്പര്യമില്ലെന്നും പറയുമ്പോൾ അത് കേട്ട് ഗീഹണ്ട് വീണ്ടും ദേഷ്യം വന്ന് വീണ്ടും അയാളെ കുറെ ചീത്ത പറയാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് ഇനിയും ഒരുപാട് നേരം നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ അടുത്ത വെപ്പൺ എനിക്ക് യൂസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ജങ് ഇപ്പോ അവിടെ അവൻ മൂടിയിട്ടിട്ടുണ്ടായിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ആക്ടിവേറ്റ് ആകുന്ന ആരോസിനെ അവർക്ക് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് ഇനി ഇവിടെ നിന്ന് ആപത്താന്ന് മനസ്സിലാക്കി അവരിപ്പോ നേരെ പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. പോവും മുമ്പായിട്ട് യഞ്ചി അയാളെ നോക്കിയിട്ട് ഇയാളുടെ റൈസ് പഫുകളെ കുറച്ചും കൂടി ടേസ്റ്റി ആക്കാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ചെറിയ ഒരു പൊതിയിലായിട്ട് കുറച്ച് ഷുഗർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും അയാളുടെ കാനോൺ എക്സ്പ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം അയാളിപ്പോ ഈ ഒരു ഷുഗർ ഇട്ടിട്ട് റൈസ് പഫുകളെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നേരത്തേക്കാളും നല്ല ടേസ്റ്റ്ലി ഇച്ചിരി മധുരം കൂടിയുള്ള രീതിയിൽ റൈസ് പഫുകൾ കിട്ടുമ്പോൾ അയാൾക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആകുന്നുണ്ട്. ഇതേ നേരം തന്നെ യഞ്ചി ഇപ്പൊ അയാളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോസിയൻ ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഷുഗർ ഞാൻ അയച്ചു തരാമെന്നും അങ്ങനെ നിങ്ങളെ റൈസ് പഫുകളെ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ട് ആൾക്കാർക്ക് അത് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ജങ്ങുമായിട്ട് സംസാരിച്ചതിലൂടെ തന്നെ അയാൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നും ഇല്ലെന്നും പക്ഷെ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അയാളുടെ ഇൻവെൻഷൻസ് ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഉള്ളതാവണമെന്നും അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും യഞ്ചിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് ഇപ്പോ ഈ ഒരു പ്രഷർ കുക്കറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവന് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇതുണ്ടാക്കാനായിട്ട് തനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ പറഞ്ഞു വിടാണ്. അങ്ങനെ ആ ഒരു വിഷമത്തിൽ അവൾ നേരെ കിങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോ അവൻ അത്രയ്ക്കും ധൈര്യം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ബെഞ്ചി ഇപ്പൊ അവനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് ഫുള്ളും അവർക്ക് അവിടെ തന്നെ അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുമ്പോ നമ്മളെ മിങ് കുക്സിനെ കാണിക്കുകയാണെങ്കിൽ അവിടെ ഫീമെയിൽ ആയിട്ട് ഒരു കുക്കായിട്ടുണ്ടായിരുന്ന യാന്ന് പറയുന്ന ഷെഫ് ഇപ്പോ നേരെ ജസനെ വന്ന് കണ്ടിട്ട് അവന്റെ കയ്യിലേക്ക് എന്തോ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൈമാറി അവന്റെ അടുത്ത് നിന്ന് തിരികെ വേറെ എന്തോ സീക്രട്ട് ആയിട്ട് അവന്റെ അടുത്ത് നിന്ന് ഡിമാൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നീട് വീണ്ടും നമ്മുടെ യഞ്ചയെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ എങ്ങനെയെങ്കിലും ആ ഒരു ജങ്ങനെ വീഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ വീട് എവിടെ നിന്നാണെന്ന് ഗൊങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ നേരം അവൻ ബുസാനിൽ നിന്നാണെന്ന് അറിഞ്ഞിട്ട് അവിടെ പണ്ട് കാലത്ത് പാരന്റ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് അവൾ തീരുമാനിക്കുകയും അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കിങ്ങിനെ വിളിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയും അതൊക്കെ പർച്ചേസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവള് ആ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ അതിന്റെ ഡെലീഷ്യസും റിഫ്രഷിംഗ് ആയിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ കേട്ടിട്ട് ജങ് തന്നെ അവന്റെ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവനെ കണ്ട് അവനോട് ആ ഒരു ഡിഷ് കഴിച്ചു നോക്കാനായിട്ട് അവള് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും തനിക്കതിന് സമ്മതമല്ലെന്ന് പറഞ്ഞ് ആദ്യം അവനങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് കിങ്ങും ബാക്കിയുള്ളവരും ആ ഒരു ഡിഷ് കഴിക്കുന്ന കാണുമ്പോൾ
അത് കണ്ടിട്ട് കൊതി സഹിക്കാനാവാണ്ട് അവൻ നേരിട്ട് വന്നിട്ട് ആ ഒരു ഡിഷുകളൊക്കെ എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ പതിവ് പോലെ തന്നെ അവൾ ഉണ്ടാക്കിയ ആ ഒരു ഡിഷ് കഴിക്കുമ്പോൾ അവരെല്ലാവരും വേറൊരു ലോകത്തേക്ക് എന്ന പോലെ വേറെ എങ്ങോട്ടോ എത്തുന്നുണ്ട്. ഇതേ നേരം എൻജി ആകട്ടെ തനിക്ക് കുക്കിംഗ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നും എക്സ്പെഷ്യലി ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാന്ന് പറയുന്നത് ഈ ജോസിയുടെ തന്നെ അഭിമാനത്തിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് വളരെ പൊളൈറ്റ് ആയിട്ട് അവന്റെ അടുത്ത് റിക്വസ്റ്റ് ഒക്കെ ചെയ്യുന്നത് കേട്ടിട്ട് അവനിപ്പോ ഫൈനലി അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഗൊങ്ങൊപ്പം ജങ്ങിന്റെ ഒപ്പം ചേർന്നിട്ട് അവര് രണ്ടുപേരും കൂടി ഒരു പ്രഷർ കുക്കർ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ കിങ്ങും എൻജിയും ഒക്കെ കൂടിയിട്ട് ആ ഒരു മൗണ്ടെയിനിൽ ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു മൗണ്ടെയിനിൽ വെച്ചിട്ട് വൈൽഡ് ആയിട്ടുള്ള ഗിൻസെങ് എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഫ്ലേവർ ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് അവരവിടെ നിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ നമ്മുടെ കിങ്ങിന്റെ മിനിസ്റ്റേഴ്സിൽ ഒരാളിപ്പോ നേരെ ആ ഒരു മിങ്ങിന്റെ എൻവോയെ പോയി കണ്ടിട്ട് അയാളുടെ അടുത്ത് എങ്ങനെയായാലും നിങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാനായിട്ട് പോകുന്നതെന്നും കാരണം കിങ് ഇപ്പോ ആ ഒരു റോയൽ കുക്കിനെയും കൂട്ടിയിട്ട് വെളിയിലേക്ക് പോയിരിക്കുകയാണെന്നും അവർക്കെതിരെ ഞങ്ങൾ അസാസിൻസിനെ അയച്ചിട്ടുണ്ടെന്നും തിരിച്ചു വരുമ്പോൾ ആ ഒരു റോയൽ കുക്ക് ജീവനോടെ ഉണ്ടാവില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ എൻവോയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. മാത്രമല്ല ശരിക്കും ഈ ഒരു മിനിസ്റ്റർ ജസൻ പറഞ്ഞു കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആ ഒരു എൻവോയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞത്. ഈ ജസനും അതുപോലെ അവന്റെ ഒപ്പം ഒരുപാട് മിനിസ്റ്റേഴ്സ് എല്ലാരും കൂടിയിട്ട് ഈ ഒരു അവസരം ഉപയോഗിച്ചിട്ട് ജോസിയോണിന്റെ മാനം തകർത്തു എന്ന പേരിൽ കിങ്ങിനെ ഡീത്രോൺ ചെയ്യിപ്പിക്കാനും അങ്ങനെ കൊട്ടാരം സ്വന്തമാക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ എൻവോയ് അറിയാണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് നിന്നിട്ട് മിങ്ങിന്റെ സീനിയർ ആയിട്ടുള്ള കുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ ഒരു സീനിയർ ആയിട്ടുള്ള ഷെഫ് ഇപ്പോൾ നമ്മുടെ എൻജിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കുക്കുകളെ ചെന്ന് കണ്ടിട്ട് അവളുടെ ലൈഫ് ഡേഞ്ചറിലാണെന്നും ഈ ഒരു കാര്യം എത്രയും വേഗം തന്നെ കിങ്ങിനെ അറിയിക്കാനും പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ ചെറിയൊരു പീസ് ഓഫ് പേപ്പർ കൊടുക്കുന്നുണ്ട്. അവരത് നേരെ തന്നെ ചെന്ന് ഊനച്ചിന് കൊടുക്കുകയും അവനത് സോങ്ജുവിനെ കാണിക്കുമ്പോൾ കിങ്ങിന്റെയും റോയൽ കുക്കായിട്ടുള്ള യങ്ജിയുടെയും ജീവൻ ആപത്തിലാണെന്ന് മനസ്സിലാക്കി സോങ്ജു ഇപ്പം നേരെ അവരെ തേടിയിട്ട് ആ ഒരു മൗണ്ടെയിന്റെ അടുത്തേക്ക് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ഇതേ നേരം തന്നെ ഈ ഒരു മൗണ്ടെയിനിൽ കാണുകയാണെങ്കിൽ ഏറ്റവും ഫൈനലി അവൾ ആഗ്രഹിച്ച പോലെ ജങ് ഇപ്പോൾ അവൾക്ക് വേണ്ടി ആ ഒരു പ്രഷർ കുക്കറിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് വളരെ ഹാപ്പി ആയിട്ട് അവൾ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഒരുപാട് അസാസിൻസ് കടന്നു വരുന്ന ഒരു സിഗ്നൽ ഇപ്പൊ ജങ്ങിന് കിട്ടുന്നത്. അങ്ങനെ അസാസിൻസ് തങ്ങൾ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ എത്തിയെന്ന് മനസ്സിലാക്കിയ ടൈമിൽ തന്നെ ജങ് ഇപ്പോ അവന്റെ ഇൻവെൻഷൻസ് ഒക്കെ യൂസ് ചെയ്ത് മാക്സിമം അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല തങ്ങൾക്ക് എതിരെ വരുന്ന അസാസിൻസിനെ ഒക്കെ യൻജിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ കിങ് ഇപ്പോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു ഫൈറ്റ് ഒക്കെ അവിടെ നടക്കുന്നതിന്റെ ഇടയിൽ അറിയാണ്ട് ആ ഒരു പ്രഷർ കുക്കറിന്റെ മൂടി താഴേക്ക് വീണ് അത് ചെറുതായിട്ട് ഡാമേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് യൻജി ഇപ്പോ അത് എടുക്കാനായിട്ട് പോവാൻ നിൽക്കെ ഇപ്പൊ നീ അത് എടുക്കാൻ പോയാൽ നിന്റെ ലൈഫിന് ഡേഞ്ചർ ആണെന്നും കിങ് പറഞ്ഞ് വാൺ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ഈ ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള ജങ് ആകട്ടെ യൻജിയുടെ അടുത്തും കിങ്ങിന്റെ അടുത്തും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനും മത്സരത്തിന് മുമ്പ് തന്നെ ഞാൻ എങ്ങനെയായാലും ആ ഒരു ലിഡ് അവിടെ എത്തിക്കാമെന്നും അവൾക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവളിപ്പോ ആ ഒരു ലിഡിനെ അവിടെ ഉപേക്ഷിച്ച് ആ ഒരു കുക്കറിന്റെ ബാക്കി പാർട്സും എടുത്ത് കിങ്ങിന്റെ ഒപ്പം അവിടെ നിന്ന് ഓടി പോകുമ്പോൾ ബാക്കിയുള്ള കുറച്ച് അസാസിൻസ് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വഴിക്ക് വെച്ച് അവർ വീണ്ടും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ സോങ്ജു ഇപ്പൊ അവിടേക്ക് എത്തിയിട്ട് ഇങ്ങനെയും നമ്മുടെ റോയൽ കുക്കായിട്ടുള്ള യൻജിനെയും സേഫ് ആക്കുന്നുണ്ട്. പക്ഷെ ഈ നടന്ന ഫൈറ്റിനിടയിൽ പെട്ടെന്ന് അവൾ ബോധം കെട്ട് വീഴുകയും കുറച്ചു നേരത്തിന് ശേഷം എണീക്കുമ്പോൾ അവൾ ആദ്യം ചോദിക്കുന്നത് ആ ഒരു പ്രഷർ കുക്കറിനെ പറ്റിയിട്ടാണ്. മാത്രമല്ല ഇതിനൊക്കെ ഇടയിൽ അവളുടെ കയ്യിൽ ചെറിയൊരു ഇഞ്ചുറിയും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നാകട്ടെ ഒരു കോമ്പറ്റീഷന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ഇന്നാണ് ആ ഒരു ഫസ്റ്റ് റൗണ്ട് നടക്കാനിരിക്കുന്നതുകൊണ്ടും കൂടുതലൊന്നും ആലോചിക്കാണ്ട് അവർ 3 പേരും നേരെ കൊട്ടാരത്തിലേക്ക് തിരിക്കുന്നുണ്ട്. ഇതേ നേരം കൊട്ടാരത്തിലാകട്ടെ മിങ്ങ കുക്കുമാര് അവരുടെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയിൽ റോയൽ കുക്കായിട്ടുള്ള യൻജി ഇത് എവിടെയാണെന്നും അവൾ ഇല്ലാണ്ട് ഈ ഒരു ഡിഷ് ഞങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആലോചിച്ച് സമയത്തിന് എന്താണ് അവൾ എത്താതെന്ന് ആലോചിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മുടെ യൻജിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള കുക്കുമാരെയും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം ജോസിയോന്റെ ആൾക്കാർക്ക് ഒട്ടും തന്നെ പങ്ക്ച്വാലിറ്റി ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് മത്സരം ആരംഭിക്കാനായിട്ട് ആ ഒരു എൻവോയ് പറയുന്നുണ്ടെങ്കിലും അവരുടെ സീനിയർ ആയിട്ടുള്ള ആ ഒരു കുക്ക് വന്നിട്ട് അങ്ങനെ തുടങ്ങിയ ഈ ഒരു മത്സരം ഫെയർ ആവില്ലെന്നും അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഈ ഒരു മത്സരം ഡിലേ ചെയ്യിപ്പിക്കണമെന്നും അവന്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ സ്വന്തം ഭാഗത്തെ കുക്ക് തന്നെ അങ്ങനെ പറയുന്ന കാരണം കൊണ്ട് അവനത് ആക്സെപ്റ്റ് ചെയ്യുകയും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ യൻജിയും കിങ്ങും അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷനിലേക്ക് എല്ലാ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് എത്തുന്ന നമ്മുടെ യൻജിയും കിങ്ങിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ ഇവിടെ യൻജി ഈ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കുമെന്നോ അതോ ഈ ജോസിന്റെ ആൾക്കാരെ തന്നെ മനഃപൂർവ്വം അവൾ അതിനെ തോൽപ്പിക്കുമെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബൈ.